വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. വനം വകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് മരിച്ച രാധ. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് കടുവ ആക്രമിച്ചത്. തോട്ടത്തിൽ കാപ്പി വിളവെടുപ്പിന് പോയപ്പോഴായിരുന്നു ആക്രമണം. തണ്ടർബോൾ സംഘമാണ് മൃതദേഹം ആദ്യം കണ്ടത്. അതേസമയം സംഭവ സ്ഥലത്ത് കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിന് നേരെ വരെ പ്രതിഷേധമുയർന്നു. കടുവയെ കൊല്ലാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. വയനാട്ടിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേരാണ്. പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ നാടിനെ ഭീതിയിലാഴ്ത്തിയിരുന്ന കടുവയെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കൂട്ടിലാക്കിയിരുന്നു. ഇതിന് തൊട്ടടുത്ത പ്രദേശമാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. പ്രദേശത്ത് ഒന്നിലധികം കടുവകളുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് യുവതിക്ക് നേരെ ഉണ്ടായ കടുവ ആക്രമണം. രാധയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 11 ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് RRT സംഘത്തെ വിന്യസിക്കുമെന്നും മന്ത്രി പറഞ്ഞു.